ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ആ ഇപ്പൊ കഴിയും. അവളെന്തിയേ? അവള് കുളിക്കാൻ കയറി. അവൾ ഇനി എങ്ങനെ പോകും? അവളെങ്ങനെയും പൊക്കോളും. നിങ്ങൾ പൊക്കോ. പച്ചക്കറി മേടിക്കാൻ മറക്കല്ലേ? ഇല്ല, മറക്കത്തില്ല. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. മോളെ, ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടമ്മേ, സമയം പോയി. മോൾ കഴിച്ചിട്ട് പോ. ആ, ചോറ് കൊണ്ടുപോയില്ലേ? ഹലോ, എന്നാടി? ചോറ് കൊണ്ടുപോയില്ല. വീട്ടിലേക്കൊന്ന് വരണേ. എന്നാ ഞാൻ വരുവാ. ആ ശരി. കൊച്ചിന് ചോറ് കൊടുക്കാൻ മറക്കല്ലേ? ഇല്ല, കൊടുത്തോളാം. മോളെ, ഏട്ടൻ വന്നോളാ. ആ വന്നേ ഉള്ളൂ. കച്ചവടക്കാരുണ്ട്. കച്ചവടം കുഴപ്പമൊന്നുമില്ല. ഇന്നത്തേന്ന് ഇല്ലയോടോ? സാറേ ഇന്നത്തെയാ. സാറേ ഇത് നോക്കിയാ, ഒന്ന് നോക്കി. സാറിന് ഒരെണ്ണം എടുത്തോ. ഒരെണ്ണം ഞാൻ എടുക്കുക. ഇതിനെത്ര ആടോ? 50. സാറേ ചായ. രാജേഷേ, ഓർമ്മയുണ്ടോ എന്നെ? ആന്റണി ചേട്ടാ. ആ, അപ്പോൾ ഓർമ്മയുണ്ട്. ഉണ്ട്. രാജേഷിൻ്റെ ഫോൺ എന്ത് ചെയ്യും? രാജേഷ് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. എത്ര പ്രാവശ്യം വിളിക്കണം? അത് പിന്നെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? കഴിഞ്ഞ മാസം നിനക്ക് ലോട്ടറി അടിക്കാൻ ഞാൻ അറിഞ്ഞല്ലോ. ആ പൈസ എന്ത്? അത് പിന്നെ വീട്ടിൽ കൊച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. ശരി, സമ്മതിച്ചു. ഇനി എൻ്റെ പൈസ എന്ന് വരും, അത് പറ. കറക്റ്റ് 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം. രാജേഷേ, ഇനി കുഞ്ഞു കളിക്കാൻ സമയമില്ല. 15 ദിവസത്തിനാവും. 15 ദിവസത്തിനാവും പൈസ മേടിക്കുന്നത്. എന്നെ പണിയാ കാണിക്കുന്നത്? എന്നെ പണി കാണിക്കുന്നത്? ഈ വയ്യാത്ത പിള്ളേരുടെ പക്കറ്റ് കയറുന്ന കാര്യമുള്ളൂ. നീ ആരടാ? നീ ഇങ്ങോട്ട് മാറി. ഒരു മിനിറ്റ്. നീ ഇങ്ങോട്ട് മാറി. ഞാൻ ആരും ആയിക്കോട്ടെ. പൈസ മേടിച്ചായിരുന്നു, എനിക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഏത്ത് പിടിക്കല്ലേ?
ഇത് ശരിയായിട്ടുള്ള നടപടിയല്ലെന്നേ. നിങ്ങൾ പൈസ തരുമോ? നടപടിയല്ല. നിങ്ങൾ പൈസ തരുമോ? സംസാരിക്കും. അവിടെ നിൽക്കേ. ചേട്ടൻ കൂടുതൽ മെക്കെട്ടുകാരനായിരുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ കാശ് മേടിക്കാൻ ചോദിക്കും വെക്കിട്ട് കയറുക. സാറേ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചു. വിളിച്ചാലിട്ട് ഫോൺ എടുക്കുകയില്ല, മറുപടിയില്ല. മാസം 3 അത് ചോദിക്കുന്നതിനാണ് ഗുണ്ടുകളെയും കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. എന്താ രാജേഷേ, വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കരുതോ? എൻ്റെ പൊന്നു സാറേ, ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു. കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നതേ കൊടുക്കും? കയ്യിലൊന്നും ഇല്ലായിരുന്നു. 1 മാസത്തിനുള്ളിൽ പൈസ ഞാൻ തിരിച്ചു കൊടുത്തോളാം. അയാൾ 1 മാസത്തിനുള്ളിൽ തന്റെ പൈസ തിരിച്ചു തരും. താനിപ്പം പൊക്കൂ. വയ്ക്കോ. എടാ വയ്യായിരിക്കുന്ന മട്ടയ്ക്കല്ലേ കയറണ്ടേ? പെണ്ണ് കെട്ടിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും ഞങ്ങളുടെ പൈസ വേണം. ചോദിക്കുമ്പോഴാണ് വിഷയം. നീ എപ്പോഴാ വന്നത്? ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോ എവിടെ ആയിരുന്നു? നീ വിളിച്ചായിരുന്നോ? ഞാൻ കേട്ടില്ല. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ, കുഴപ്പമില്ല. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? തുടങ്ങിയല്ലേ ഉള്ളൂ, മനസ്സിലായിക്കോളും. അതൊക്കെ പോട്ടെ, ഇന്ന് അച്ഛയെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. നിന്റെ ചോറ്റുപാത്രം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ, ഞാനങ്ങും കണ്ടില്ല. അച്ഛ ഇനി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ആ, അമ്മ എന്നേലും കാണിക്കും. ഇവക്കിത് എന്തു പറ്റി? ഡേ, എന്നാ പാലും ബിസ്ക്കറ്റ്. മോളെന്തിയേ? കിടക്കുക. അവക്കെന്ത് പറ്റി? അവളാ ഫോൺ നോക്കി കിടക്കുക. ഞാനെന്നാ കുളിച്ചിട്ട് വരാവേ. നീ കാപ്പി എടു. മോളെ മോളെ, എന്തൊരു ഉറക്കം ഇത്. വാ, അച്ഛൻ വന്ന് ചായ കുടിക്കാൻ. ആ, ഞാൻ വന്നോളാം. അമ്മ പൊക്കോ. അവളെന്തിയേ? അവളാ ഫോൺ നോക്കി വെച്ച് കിടക്കുക. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ, ഇഷ്ടപ്പെട്ട്. ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമില്ല. നീ ആ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തിന്? നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ മര്യാദയ്ക്ക് മറുപടി പറയണ്ടേ? ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഇങ്ങനെയാണോ മറുപടി പറയണ്ടേ? എങ്ങനെ ആയാലും എന്നാ പറഞ്ഞാ പോരെ. എൻ്റെ അടുത്ത് തർക്കത്തരം പറയരുത്. അമ്മയ്ക്ക് എന്തുവാ അമ്മേ? നിങ്ങളത് വിടേ. അമ്മയും മോളും ഇനി അതേ പിടിച്ച് കയറാതെ. ഇത്രയും പറഞ്ഞിട്ട് അവൾ ആ ഫോൺ എടുത്ത് മാറ്റുന്നുണ്ടോ നോക്കിയേ. ഒന്ന് നിർത്ത് രണ്ടാളും. മോളെ, നീ അകത്തോട്ടെങ്ങാനും പോ. നീ അത് വിടേ. അവൾ എന്തേലും കാണിക്കട്ടെ. അവളെന്തേടി? അവളാ കട്ടിലേ കിടന്ന് കിടന്നുണ്ട്. അവിടെങ്ങാനും കിടക്കട്ടെ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമോ? എടി, അത് ആ പ്രായത്തിൻ്റെയാ. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറിക്കോളൂ. നമ്മളൊക്കെ ഇങ്ങനെ അല്ലായിരുന്നോ? നമ്മൾ എന്തൊക്കെയായിരുന്നു? തർക്കുത്തരം പറയുക, തല്ലാൻ ചെല്ലുക. അത് പ്രായത്തിൻ്റെയാ, മാറിക്കോളൂ. സമയം എന്നാ എടി? 9:30 എന്നാ കഴിച്ചിട്ട് കിടക്കാം. എന്നാ അവളെ എണീപ്പീര്. എന്നാ കൈ കഴിക്കുക. ഞാൻ എന്നാ ചോറെടുത്ത് വയ്ക്കുക. കൊച്ചിന് ചോറ് കൊടുത്തില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ കൊച്ചു വണ്ടിയെ കയറി പോയി. ആ, അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം.
അവിടെ വെച്ചു. ആ നിനക്ക് മതിയായിരുന്നോ? ആ കിടന്നില്ലായിരുന്നോ? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ എന്തെങ്കിലും മറന്നു വെച്ചാൽ അത് അമ്മ കൊണ്ടുവന്നാ മതി. അച്ഛടെ കൊടുത്തിട്ടുണ്ട. എന്തു പറ്റി? അച്ഛ വല്ലതും പറഞ്ഞോ? അച്ഛയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ? നിന്നോട് ചോദിച്ചേ. നിന്നോടാ ചോദിക്കുന്നേ. എന്തു പറ്റി? എന്നച്ച കണ്ടായിരുന്നോ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? കണ്ടായിരുന്നോന്ന്? ആ എന്നിട്ട് നീ എന്തിനാ കള്ളം പറഞ്ഞേ? എന്താ പറ്റിയേ? എനിക്ക് അച്ഛൻ ഇഷ്ടമല്ല. എന്താ പറഞ്ഞേ? പറഞ്ഞ കേട്ടില്ലേ? എനിക്കിഷ്ടമല്ല. ആ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിട്ടാ? നിനക്ക് വേണ്ടിട്ടല്ലേ? അമ്മ എന്തൊക്കെ പറയാലോ, എനിക്ക് അങ്ങേരെ അച്ഛൻ വിളിക്കാൻ പറ്റത്തില്ല. കിടന്നില്ലായിരുന്നോ? ഓ ഇല്ല. അവള് പറഞ്ഞത് കേട്ടായിരുന്നോ? എടി അത് പ്രായത്തിൻ്റെയാ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അത് നീ കാര്യമാക്കണ്ട. എന്നാലും അവള് പറഞ്ഞത് നീ കൊച്ചിനോടൊന്നും പറയാൻ നിൽക്കണ്ട. എടി ഒന്ന് വേഗം വാ. നിനക്കെന്താ രാവിലെ വീട്ടിൽ പരിപാടി? അതെന്തേടി? അല്ലേ, ഇന്ന് നീ താമസിച്ച് വരുന്നോണ്ട് ചോദിച്ചു. അത് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ പറയാം. നീ വാ. നീ ഞാൻ പറഞ്ഞ ബുക്ക് എടുത്തായിരുന്നോ? അയ്യോ, ഞാൻ രാവിലെ ആ കാര്യം മറന്ന്. നീ വൈകിട്ട് വീട്ടിലോട്ട് വാ. ഓക്കെ. രാഷ് ഇന്ന് വന്നില്ലേ? ഇതാ ഉച്ച ആയില്ലടാ. നമ്മുടെ കവലയിലോട്ടോ കടയിലോട്ടോ വല്ലതും പോയി കാണും. കേറി വാടി. അമ്മേ, ഞാൻ വന്നേ. വാടി, വാ ഇരിക്ക്. ആ, നീ വന്നോ? ഇതാരാ മോളെ? ഇതാ അമ്മേ അഞ്ജലി. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു കൂട്ടുകാരി കിട്ടിയെന്ന്. ആ മോളായിരുന്നോ? ഇവളെപ്പോഴും പറയും പുതിയൊരു കൂട്ടുകാരി കിട്ടിയാലും. അന്നാ നിങ്ങൾ രണ്ടും സംസാരിച്ചിരിക്കെ, ഞാൻ ആ ബുക്ക് എടുത്തോണ്ട് വരാവേ. അല്ല, മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താ ജോലി? അച്ഛന് കച്ചവടം. എന്ത് കച്ചവടം? ഇതല്ലേ നീ പറഞ്ഞ ബുക്ക്? ആ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കാപ്പി ഇടാം. അയ്യോ വേണ്ട അമ്മേ, ഞാൻ ഈ ബുക്ക് മേടിക്കാൻ വന്നാ. നിക്ക് മോളെ, കാപ്പി കുടിച്ചിട്ട് പോവാം. വേറെ ദിവസം വരാമേ. നിക്ക്, പോവാൻ വരട്ടെ. ആര്? പോവാൻ വരട്ടെ, ഒരാളെ കൂടെ നീ പരിചയപ്പെടാനുണ്ട്. നീ വാ, കാണിക്കാം. ദേ, ഇതാടി അച്ഛൻ. ഞാൻ രാവിലെ താമസിച്ചു വരുന്നതിന് കാരണക്കാരനെ കിടക്കുന്നു. എന്നാ ശരിയടി, ഞാൻ ഇറങ്ങിയേക്കുവാ. അമ്മേ, ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാവേ. അച്ഛൻ എന്തു പറ്റിയതാ? അതൊരു ആക്സിഡൻ്റ് ആയിരുന്നടി. ഞാനിപ്പോൾ 9ൽ പഠിക്കുക. ആ ടൈമിലായിരുന്നു. റിക്കവർ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞത്. ആകുമായിരിക്കും. ദേ, ഞാനിവിടെ വരെ ഉള്ളേ. നീ ഇനി തന്നെ പൊക്കോ. എടി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കടി.
എന്താടി ചോദിക്ക്. നിനക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഏത് സിറ്റുവേഷൻ? അല്ല, അച്ഛൻ്റെ ഈ സിറ്റുവേഷൻ. അതെന്ത് അക്സെപ്റ്റ് ചെയ്യാനടി? ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ അവരെന്നെ നോക്കില്ലേ, അത്രേ ഉള്ളൂ. അതേ ഞാൻ കരുതിയുള്ളൂ. അതെന്തു പറ്റി നീ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നു? ഏയ് ഒന്നുമില്ലടി. എന്നാ ശരി, ഞാൻ പോയിക്കുവാ. എന്നാ ശരിയടി, നാളെ കാണാം. ഓക്കെ, ബൈ. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ പേരിലാണോ അമ്മയും മിണ്ടാ നടക്കുന്നേ? അമ്മയോട് ഞാൻ ചോദിക്കുന്നേ. അമ്മ സോറി അമ്മേ, അത് ഇന്നലത്തെ ഒരു അവസ്ഥയെ ഞാൻ പറഞ്ഞു പോയതാ. എന്തവസ്ഥ? നീ വയ്യാത്ത കാലം വെച്ച് കഷ്ടപ്പെട്ടൊക്കെ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ നന്നായി പഠിക്കാനും നന്നായി ജീവിക്കാനും അല്ലേ? ഈ താലി കണ്ടോ? ആ മനുഷ്യൻ കെട്ടിയ താലിയാണ്. ആരൊക്കെ അയാളെ അംഗീകരിച്ചില്ലേലും ഞാൻ അംഗീകരിക്കും. ഡേ